ഇന്ന് കൊട്ടിക്കളിയാ. ഒരു സാധനം കഴിക്കാൻ വന്ന് അങ്ങനെ കൊട്ടണം. കൊട്ടി കണ്ടോ ഞങ്ങൾ ഉപ്പിലിട്ട സാധനം വാങ്ങി. നമ്മൾക്ക് പോകണ്ടേ അഖിലേഷിന്റെ പെണ്ണുങ്ങളായിരിക്കും. ആദ്യം എൻ്റെ പെണ്ണുങ്ങളായിരിക്കും, പിന്നെ കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങളായിരിക്കും, അത് കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങളായിരിക്കും. വരും. അപ്പോൾ ഇവരുണ്ട് എടുക്കത്തടി. എന്തിനാണ് എന്റെ പെണ്ണുങ്ങളായിരിക്കും. അതെന്താ അങ്ങനെ ഓൻ പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോ, ഓൻ എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞു. അത് കുഴപ്പമില്ല. എങ്ങനെ എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞു. ഇവർ രണ്ടാണ് പെണ്ണുങ്ങളെ കൂട്ടാതെ അവര് വെള്ളം ജ്യൂസി പോയിക്കാണ്ട് അതിന്റെ പ്രശ്നമാണ് ഇപ്പൊ. രാത്രി 8 മണിയാകുമ്പോ ഇജ്ജ് പറഞ്ഞ നേരത്തെ ഞാൻ എന്നാ ഇന്ന് തന്നെ പോകും. ഇന്ന് പോകുമ്പോൾ ഞാൻ തന്നെ കൂടാ. ഇനി ഞാൻ സാധനം വാങ്ങൂല. അത് എനിക്ക് കാഴ്ചലവാണ്. ഇത് ഇനി ഞാൻ വാങ്ങൂല. വണ്ടി ഇരിക്കേ അല്ല അവിടെ പോയ സാധനം വാങ്ങിക്കണോ? നമ്മള് പോവും. നമുക്ക് പേടിച്ചല്ലോ. അഖിലേഷേ ഇവനെ ഇപ്പൊ നോക്കി 9:46 9:46 പോയാ ഓന്റെ വീടിന്റെ അവിടെ എത്തുമ്പോ എങ്ങനെ 1 hour റണ്ണിങ് ഉണ്ട്. 11 മണിയാവും. അവന്റെ പെണ്ണുങ്ങൾ ഇരിക്കേ 15 മിനിറ്റ് മോന്റെ കാരത്തോടെ അവന്റെ പെണ്ണുങ്ങളെ വീട് ഇവരൊക്കെ പെണ്ണ് കെട്ടിയാലും കൊടുക്കാണ്. ഇതാണ് കേസിനെ പെണ്ണ് കേട്ടോ. അത് എനിക്ക് കിട്ടാനിട്ടല്ല. എൻഗേജ്മെന്റ് കുഴപ്പമുണ്ട്. ഞങ്ങള് കൂട്ടക്കൂല. ആ കല്യാണം കഴിഞ്ഞ പോ സ്വന്തം പെണ്ണുങ്ങളെ കാണാനാണ് ഇച്ച് പോകുന്നത്. അതാ വണ്ടി മാറിക്കളെ. സമയത്രയും തോന്നേത് പോരാ. ആരും ഒരു ജ്യൂസൊക്കെ കിട്ടിയ ഞങ്ങൾക്ക് അല്ലേ? ആപ്പിൾ ജ്യൂസ് കിട്ടി. ബസ്സിലായിരുന്നു. ബസ്സിൽ ഇൻട്രോട്ടായിട്ട് വരുന്നു. മദർലാൻഡ് മസാല മദർലാൻഡ് മസാല അങ്ങനെ കുട്ടുവിൻ്റെ പെണ്ണുങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. പെണ്ണുങ്ങളെ വീട്ടിക്കണം പെണ്ണെത്തുണ്ട്. എൻ്റെ പെണ്ണുങ്ങളെ വീട്ടുകാരില്ല. ഓക്കെയല്ലേ വാസില? വേണ്ട പറയല്ലേ. ഇത് ഗൈസ് ഇവിടെ വെള്ളം കിട്ടി. നമുക്ക് വന്നില്ല. മഞ്ഞ വെള്ളമാണ്. അങ്ങനെ വെള്ളം കൊണ്ടുവരുന്നുണ്ട് ഗൈസ് നമുക്ക്. മദർലാൻഡ് മസാലേൻ്റെ കൂടെ ഒരു ടാങ്കും വെള്ളം. ഒരു കുമ്മനടിച്ചിരിക്കുന്നു. മക്രോണി വിത്ത് ചിക്കൻ ഉണ്ട് ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. പക്ഷേ ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇപ്പം എന്തൊക്കെയായി അറിയോ? ചോരൻ്റെ ഐസ്, മറ്റേ മദർലാൻഡ് മസാല, ആപ്പിൾ ജ്യൂസ്, ടാങ്ക് വെള്ളം, ഉപ്പിലിട്ട മാങ്ങ, അത് കൊയിഞ്ഞാടി, ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിള്, അടുക്കാപ്പഴം, കപ്പാട് തിന്നെ നാളെ രാവിലെ പെൽച്ചക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ബാത്റൂമിൽ വെച്ചിട്ടുണ്ട് അല്ലേ? നേരെ ബാത്റൂമൊക്കെ ഉണ്ട്. എന്നിട്ട് ബാക്കി അത് ആള് ഒരു സാധനം കൊണ്ടൊക്കെ തീർക്കലല്ല. ഫോർമാലിറ്റിക്ക് കൊണ്ടുവന്നൊക്കെ സാധനം ഇതങ്ങനെ തിന്നു. ഒരു കവറെടുത്താ പാട്ടിലൊക്കെ ജീവിതത്തിൽ ഇത് കാണണം. ഓരോ ആപ്പിൾ ജ്യൂസ് നമ്മളെ പറ്റിച്ചു കൊല്ല. ഞാൻ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണ്. ക്രിയേറ്റ് പോലും ചെയ്ത ഒരു കേക്ക് പോയി തെണ്ടി കട്ട് ചെയ്ത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും കേക്ക്. അല്ലേ ഇവിടെ നല്ല കാര്യം ചോദിച്ചോട്ടെ. എന്താ വാസേജിങ് ഇരിക്കണേ? വെരി ഗുഡ്. പെണ്ണുങ്ങളെ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ. സത്യം പറയാ എന്റെ പേര് എന്ത് പറയണേ എന്നെ വിളിക്കുക. എന്ത് തന്നെ വിളിച്ചാനൊക്കെ ആ ജാതി തീറ്റ
എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളിയല്ലേ? മക്രോണിന്റെ ഒരു ഇത് ഫുള്ള് കൊണ്ടുവന്ന് തിന്നടാ ഒറ്റക്ക്. പെണ്ണുങ്ങളെയും കുട്ടീനും കാണാൻ വന്നാണ് വണ്ടി കൊണ്ട് അതിന്റെ അടി കൂടെ അത് സാധിച്ചിട്ടുള്ളേ. ഞങ്ങൾക്ക് വണ്ടി ഓട്ടാ അറിയില്ലെങ്കിൽ ഇവിടുന്ന് പോകണ്ട. ഞാൻ തിന്നില്ല. ജയമ കയറിക്കടാ. അഖിലേശ, നാളെ എൻ്റെ വീട്ടിലേക്ക് പോണോ? എൻ്റെ വീട്ടിലേക്ക് പോണോ? നിങ്ങളെ വീട്ടിലേക്ക് പോണേ? എനിക്ക് ചുളി കൂടെ പോണ കാണാനല്ലേ? അത് നമുക്കറിയാം. നോക്കട്ടെ. എന്തേ പറയല് പറഞ്ഞോ? ഫ്ലോപ്പ് ഉണ്ടോ? അതെന്തേ? അതാര വാങ്ങി? അങ്ങനെ വാങ്ങിയാ? തേങ്ങയാണോ ഞങ്ങൾ ഇവിടെ കൊടുത്തു വെച്ച് പോയതാണ്. ഇതൊന്നും പൊട്ടിക്കാൻ പാടില്ല. കേക്ക് സ്പോൺസർ ചെയ്യും. കലങ്ങിയില്ല. റാസിക്കിന് ക്യാൻ ഇട്ടിട്ടുണ്ട്. ക്യൂ ഉണ്ടല്ലോ. എന്നൊക്കെ വരും. മര്യാദക്ക് പറഞ്ഞു എന്താ ചെക്കൻ മര്യാദ? ഇജെന്താ ചെയ്യണ്ടേ? എന്താ കോഴി കട്ടയാണ് മര്യാദക്ക് ഒരു പീസ് കട്ടേ. ഡയറ്റ് ആയിട്ട് ഞങ്ങൾ റാസിക്കിന്റെ കേക്ക് കട്ട് ചെയ്തു ഇജാണ് കഴിച്ചൂടെ ആരെങ്കിലും കഴിച്ചു. ഞാശാന് അഖിലേഷ് അപ്പൊ എനിക്കോ സെൽഫി വീഡിയോ അടിപൊളി. വെരി ടേസ്റ്റി. എമ്മി തേങ്ങ നിങ്ങൾ കൊടുക്കണ്ടോ? രസം ഇല്ലാറണ്ടേ? ചെറുത് മതി. എത്ര നാളെ കേക്ക് അവിടെ പോയി തിന്നാ പോരെ? ഇത് ഒരാളെ പെരയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തിന്നാക്കാം. ഓർക്ക് കൊണ്ടുവന്ന കേക്കാണ്. അഗ്രേഷൻ കേക്ക് കണ്ടിട്ടാ കേക്ക് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓർമ്മ മധുരം.